ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ വോട്ടെടുപ്പ് തുടങ്ങിയിട്ട് പിന്നിട്ടിരിക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ഇന്ന് വോട്ടെടുപ്പ് കഴിയുമ്പോൾ, അതായത് 80% പോളിംഗ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇന്നിപ്പോൾ ആദ്യത്തെ 6 മണിക്കൂർ വോട്ടെടുപ്പ് കഴിയുമ്പോൾ 40.63% 1 മണി വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതിൽ തന്നെ തിരുവനന്തപുരത്ത് 38.08%, ഇടുക്കിയിൽ 39.86%. ഈ രണ്ട് ജില്ലകളിലാണ് 40-ൽ താഴെ പോളിംഗ് ശതമാനമുള്ളത്. ബാക്കി ജില്ലകളിലെല്ലാം തന്നെ 40-ന് മുകളിൽ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. 43% പരമാവധി പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ വീറും വാശിയോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടന്നത്. അതേ ആവേശത്തോടെ തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ എത്തുന്ന കാഴ്ചയും നമ്മൾ വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണത്തിലൂടെ കണ്ടത്. ഇന്നിപ്പോൾ ഇനി 5 മണിക്കൂറാണ് വോട്ടെടുപ്പിനുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം രാവിലെയെല്ലാം വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറിൽ നല്ല മികച്ച പോളിംഗ് കണ്ട ബൂത്തുകളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ഒരു മന്ദഗതിയിലേക്കായിട്ടുണ്ട്. പൊതുവെ വോട്ടെടുപ്പിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഉച്ചസമയം ചൂട് കൂടുന്നൊരു സമയത്ത് വോട്ടെടുപ്പ് പൊതുവെ ഒന്ന് മന്ദഗതിയിലാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1 മണി 2 മണി 3 മണി വരെയുള്ള അപ്ഡേറ്റുകളെല്ലാം പൊതുവെ കുറച്ച് പോളിംഗ് ശതമാനം കുറയുന്നൊരു കാഴ്ചയാകും കാണുന്നത്. അപ്പോഴും ഗ്രാമപ്രദേശത്ത് നല്ല മികച്ച പ്രതികരണം തന്നെ കാണുന്നുണ്ട്. വാശിയേറിയ പ്രചരണവും വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന തിരുവനന്തപുരം നഗരസഭാ മേഖലയിൽ 35.82% 1 മണി വരെയുള്ള പോളിംഗ്. ജില്ലയിൽ 43% എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു. ജില്ലയിൽ 43% എന്ന അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ 40% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു എന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞതുപോലെ വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ ഉച്ചവരെ നല്ല പോളിംഗ് ശതമാനം തന്നെയാണ്. മിക്ക ജില്ലകളും 40% മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും സമയമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആളുകൾ എത്തി ജനാധിപത്യം ആഘോഷമാക്കുകയാണ്.